വെബ്സൈറ്റ്. മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET ഓൺലൈൻ ആപ്ലിക്കേഷൻ കറക്ഷൻ ഏപ്രിൽ 1 മുതൽ 3 വരെ. ഓൺലൈൻ എക്സാം മെയ് 21 മുതൽ 31 വരെ. NEET UG 2023 പരീക്ഷ മെയ് 7-ന്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാന തീയതി ഏപ്രിൽ 6. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള KEAM 2023 ഓൺലൈൻ അപേക്ഷ അവസാന തീയതി ഏപ്രിൽ 10. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പ്രവേശനം നേടാൻ അവസരം. അവസാന തീയതി മെയ് 29. IISc ബാംഗ്ലൂർ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയും പ്രവേശനം. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 3 അവസാന തീയതി. BSc നഴ്സിംഗ് പ്രവേശനം AIIMS NEET പ്രവേശന പരീക്ഷകളിൽ നിന്നും കേരളത്തിൽ പ്രത്യേക പരീക്ഷയ്ക്കും സാധ്യത. BITSAT 2023 ഈ വർഷം 2 അവസരങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 9 വരെ. നൈസർ നെസ്റ്റ് ജൂൺ 24-ന്. ഓൺലൈൻ അപേക്ഷ മെയ് 17 വരെ. ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ നേറ്റ ഏപ്രിൽ മെയ് ജൂലൈ മാസങ്ങളിൽ. ആദ്യ പരീക്ഷയ്ക്ക് അപേക്ഷ ഏപ്രിൽ 10 വരെ. 7 ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രവേശനത്തിന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 15-ന്. അപേക്ഷ ഏപ്രിൽ 15 മുതൽ. മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അപേക്ഷ മെയ് 31 വരെ. ബ്രില്യൻറ്റ് സ്മാർട്ട് വീഡിയോ കോൺടെസ്റ്റ് 2023 സ്കൂൾ കുട്ടികൾക്കായുള്ള വീഡിയോ പ്രസന്റേഷൻ കോമ്പറ്റീഷൻ ആണിത്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനാവുന്നതാണ്. സയൻസ് വിഷയങ്ങളിലോ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതുമല്ലെങ്കിൽ മറ്റുള്ളവരിൽ കൗതുകമുണർത്തുന്ന അറിവുകളോ ഒക്കെ വീഡിയോയുടെ കോണ്ടന്റായി സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഡ്യൂറേഷൻ 3 മിനിറ്റിൽ കൂടാൻ പാടുള്ളതല്ല. smsupport@brilliantpala.org എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് വീഡിയോ സെൻഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30. കുട്ടികളുടെ സൃഷ്ടികൾ ബ്രില്യൻറ്റ് പാല യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന വീഡിയോകൾക്കും പ്രത്യേകം ക്യാഷ് പ്രൈസുകൾ നൽകുകയും ചെയ്യുന്നതാണ്. 1ാം സമ്മാനം 10,000 രൂപ, 2ാം സമ്മാനം 5,000 രൂപ, 3ാം സമ്മാനം 3,000 രൂപ എന്നിങ്ങനെയാണ്. ഇനി ഒട്ടും വൈകാതെ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് വീഡിയോസ് ആക്കി ഞങ്ങളിലേക്ക് സെൻഡ് ചെയ്യൂ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ ഹൈദരാബാദ്, ഡൽഹി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ല പോണ്ടിച്ചേരി തുടങ്ങിയ 49ഓളം കേന്ദ്ര സർവകലാശാലകളിലെ അഗ്രികൾച്ചർ, ബയോടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ആർട്സ് തുടങ്ങി ഏകദേശം 2 ലക്ഷത്തോളം ഡിഗ്രി കോഴ്സുകൾക്കായുള്ള പ്രവേശന പരീക്ഷ CUET 2023 മെയ് 21 മുതൽ 31 വരെ 2 ആഴ്ചകളിലായി നടക്കും. CUET.samar.ac.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷകൾ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തുവാൻ ഏപ്രിൽ 1 മുതൽ 3 വരെ അവസരം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ച ഏതാണ്ട് 1 മാസം പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ICAR പ്രവേശന പരീക്ഷ നിർത്തലാക്കുകയും പകരം CUET വഴി പ്രവേശനം നടപ്പിലാക്കുകയും ചെയ്തത്. മാർച്ച് 5-ന് മുമ്പ് CUET അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കുവാനുള്ള അവസരമാണ് 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ. ഓൾ ഇന്ത്യ തലത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ 11 കോഴ്സുകളിലെ 15% സീറ്റുകളാണ് CUET NTA സ്കോർ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുന്നത്. അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കമ്മ്യൂണിറ്റി സയൻസ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി എന്നീ കോഴ്സുകൾക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. മെയ് 21 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ 3 ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും ഈ വർഷത്തെ CUET ഓൺലൈൻ എൻട്രൻസ് എക്സാം. അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ കുട്ടികൾ നിർബന്ധമായും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്
പരീക്ഷ എഴുതേണ്ടത്. ഈ മൂന്നിൻ്റെയും NDA സ്കോർ അനുസരിച്ച് CUET റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ കുട്ടികളും ICRexam.net എന്ന വെബ്സൈറ്റ് വഴി പ്രത്യേകം അപേക്ഷകൾ സമർപ്പിച്ച് ആഗ്രഹമുള്ള കോഴ്സുകൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കണം. 2023-24 അധ്യയന വർഷത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏക പ്രവേശന പരീക്ഷ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET 2023 മെയ് 7-ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഏപ്രിൽ 6-ന് അവസാനിക്കും. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 1700 രൂപയും OBC EWS വിഭാഗത്തിന് 1600 രൂപയും SC/ST വിഭാഗത്തിന് 1000 രൂപയും ഇന്ത്യക്ക് പുറത്ത് പ്രവേശന പരീക്ഷ എഴുതുന്നതിന് 9500 രൂപയും. അവസാന തീയതി ഏപ്രിൽ 6. NCERT +1+2 സിലബസ് അനുസരിച്ച് നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ 50% മാർക്ക് മെഡിക്കൽ പ്രവേശനത്തിന് ജനറൽ വിഭാഗത്തിന് നിർബന്ധവുമാണ്. ഏപ്രിൽ 6-ന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും തിരുത്തലുകൾ ആവശ്യമുള്ളവർക്ക് അവ വരുത്തുവാനായി സാവകാശമുണ്ടായിരിക്കും. അപ്ലോഡ് ചെയ്ത ഫോട്ടോയിലും സിഗ്നേച്ചറിലും ഏതെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ neet.nta.nic.in എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി അവ ഓരോരുത്തരെയും അറിയിക്കുകയും മാറ്റം വരുത്തുവാൻ ആവശ്യത്തിന് സമയം അനുവദിക്കുകയും ചെയ്യും. ഏപ്രിൽ 25-നകം ഈ അഡ്മിറ്റ് കാർഡുകൾ ഓൺലൈൻ വഴി വിതരണം ആരംഭിക്കും. മെയ് 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5:20 വരെ ആയിരിക്കും ഈ വർഷത്തെ NEET എൻട്രൻസ് എക്സാം. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടാൻ ഇപ്പോൾ അവസരം. അപേക്ഷകൾ ആരംഭിച്ചു. അവസാന തീയതി മെയ് 29. വെബ്സൈറ്റ് nfsu.ac.in/admissions. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ വർഷത്തെ NEET, JEE Main, KEAM എക്സാമുകൾക്ക് ഇനി അധിക ദിവസമില്ല. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാൻ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഒരുക്കുന്നു ക്രാഷ് കോഴ്സ് 2023. എൻട്രൻസ് എക്സാമുകളിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ, ഓഫ്ലൈൻ മോഡിലായി ക്രാഷ് കോഴ്സിന്റെ ഭാഗമാവാം. NEET ലക്ഷ്യം വെക്കുന്ന സ്റ്റേറ്റ്, CBSE, ISC സിലബസിലെ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും വേണ്ടി ഏപ്രിൽ 1-ാം തീയതി ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. ബ്രില്യന്റിന്റെ തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, പാലാ, കോട്ടയം, തൊടുപുഴ, കോതമംഗലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് സെന്ററുകളിലായിരിക്കും ക്രാഷ് കോഴ്സിന്റെ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുക. സ്റ്റേറ്റ് സിലബസുകാർക്ക് +1 മാർക്കിന്റെ അടിസ്ഥാനത്തിലും CBSE, ISC സിലബസുകാർക്ക് 10-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും സ്കോളർഷിപ്പ് ലഭ്യമാകുന്നതിനാൽ സൗജന്യമായി പഠിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഉടൻ തന്നെ ബ്രില്യൻറ്റ് pala.org എന്ന വെബ്സൈറ്റിൽ ക്രാഷ് കോഴ്സ് എന്ന പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക. KEAM 2023-ന് 4 സ്ട്രീമുകളിൽ കുട്ടികൾക്ക് ഒരൊറ്റ ഓൺലൈൻ അപേക്ഷയിലൂടെ പ്രവേശനം നേടാം. MBBS, BDS, അഗ്രികൾച്ചർ എന്നിവ ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിനും എഞ്ചിനീയറിംഗിനും BPharmനും ആർക്കിടെക്ചറിനും കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഏപ്രിൽ 10-ന് മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കണം. റിസർവേഷൻ, ഇൻകം, മൈനോറിറ്റി, NRI, എക്സ് സർവീസ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ഏപ്രിൽ 20 വരെ സാവകാശം അനുവദിച്ചിട്ടുമുണ്ട്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മെയ് 17-ന് രാവിലെയും ഉച്ചകഴിഞ്ഞുമായി ഓഫ്ലൈൻ രീതിയിൽ നടക്കും. BPharmന് പ്രവേശനം ആഗ്രഹിക്കുന്നവരും മെയ് 17-ന് നടക്കുന്ന പേപ്പർ 1 എക്സാം എഴുതിയിരിക്കണം. ആർക്കിടെക്ചർ പ്രവേശനത്തിന് നേറ്റയുടെ അഭിരുചി പരീക്ഷയാണ് എഴുതേണ്ടത്. മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും അല്ലാതെ സയൻസ് വിഷയങ്ങളിൽ പഠനത്തിനും ഉപരിപഠനത്തിനും ഗവേഷണത്തിനും തൽപരരായ ധാരാളം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഈ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ സാധ്യതകളാണ് IISc ബാംഗ്ലൂരിലെ 4 വർഷ BS MS പ്രോഗ്രാമുകൾ.
സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്താതെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രവേശന പരീക്ഷകളുടെയും റാങ്കിൽ നിന്നാണ് IISc ബാംഗ്ലൂരിലെ ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നത്. നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എന്നിവയുടെ ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ചും KVPY SA1 റാങ്ക് അനുസരിച്ചും admissions.iisc.ac.in എന്ന വെബ്സൈറ്റിലൂടെ മെയ് 31 ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുകയും ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം 3 ദിവസത്തിനകം ഓൾ ഇന്ത്യ റാങ്ക് IISc ബാംഗ്ലൂരിലെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഒരു കുട്ടിക്ക് ഒന്നിലധികം പ്രവേശന പരീക്ഷകളുടെ റാങ്കുകൾ ഒരേ അപേക്ഷയിൽ ഉൾക്കൊള്ളിക്കുവാനും സാധിക്കും. സയൻസ് വിഷയങ്ങളുടെ പഠനത്തിനും ഗവേഷണത്തിനും ഉതകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ 7 ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇവിടുത്തെ 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും 4 ഇയർ BS പ്രോഗ്രാമുകൾക്കും 3 ചാനലുകൾ കൂടിയാണ് പ്രവേശനം. ഐസറുകൾ സ്വന്തമായിട്ട് ജൂൺ 15 നടത്തുന്ന അഭിരുചി പരീക്ഷയുടെ റാങ്ക് അനുസരിച്ച് 75% സീറ്റുകളും JEE അഡ്വാൻസ്ഡ് KVPY SA1 റാങ്ക് അനുസരിച്ച് ബാക്കിയുള്ള 25% സീറ്റുകളും പ്രവേശനം നൽകും. ഈ അധ്യയന വർഷത്തിൽ ആർക്കിടെക്ചർ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് നേറ്റ നടത്തുന്ന 3 അഭിരുചി പരീക്ഷകളുടെ ഏറ്റവും കൂടിയ മാർക്കായിരിക്കും കേരളത്തിൽ പ്രവേശനം തീരുമാനിക്കുന്നത്. neta.in എന്ന വെബ്സൈറ്റ് വഴി ഈ വർഷം ഏപ്രിൽ 22, മെയ് 28, ജൂലൈ 9 എന്നീ ദിവസങ്ങളിലായിരിക്കും ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ neta.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. MBBS സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ അലോട്ട്മെൻറ്റ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏകോപിപ്പിക്കുന്നു. നിലവിൽ MBBS പ്രവേശനം ആഗ്രഹിക്കുന്നവർ നീറ്റിന് അപേക്ഷിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ഇതിലൂടെ റാങ്ക് ഉയർന്നതാണെങ്കിലും അർഹിച്ച ഗവൺമെൻറ് സീറ്റുകൾ നഷ്ടപ്പെടുകയും 2ാം ഘട്ടത്തിൽ ഏതെങ്കിലും സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടാൽ പിന്നീട് അർഹിച്ച സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെല്ലാം പരിഹാരമായി ഇന്ത്യയിലുള്ള മുഴുവൻ MBBS BDS സീറ്റുകളുടെയും അലോട്ട്മെൻറ്റിനായി ഒരു ഏകജാലക സംവിധാനം നടപ്പിലാക്കുവാൻ NMC ഒരുങ്ങുന്നു. ഓൾ ഇന്ത്യ കോട്ട, AIIMS, JIPMER, AFMC, ESIC, IP കോട്ട, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ, സ്റ്റേറ്റ് MBBS സീറ്റുകൾ, NRI സീറ്റുകൾ, മൈനോറിറ്റി സീറ്റുകൾ, ഇങ്ങനെ ഓരോ കുട്ടിക്കും ലഭിക്കേണ്ട അർഹതയ്ക്കനുസരിച്ച് ഒരു ഏകജാലക സംവിധാനം നിലവിൽ വരും. ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ നിലവിലുള്ള രീതികൾ പഠിക്കുവാനും അവ നിരീക്ഷിക്കുവാനും ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുവാനും വ്യവസ്ഥയുണ്ട്. ഈ നിർദ്ദേശത്തിൽ കൂടുതൽ വ്യക്തത നേടുവാനാണ് കേരളത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനം. AIIMS BSc നഴ്സിംഗിനായിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ തീയതി നീട്ടിയിരിക്കുന്നു. 14 AIIMS മെഡിക്കൽ കോളേജുകളിലെ 850 സീറ്റുകളിൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. AIIMS നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ജൂൺ 3 ഓൺലൈൻ ആപ്ലിക്കേഷൻ AIIMSexams.ac.in എന്ന വെബ്സൈറ്റ് വഴി ഏപ്രിൽ 20 വരെ അപേക്ഷിക്കാം. JIPMER, RAK, മൗലാന, ലേഡി ഹാർഡിൻ പോലെ 9 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ BSc നഴ്സിംഗ് പ്രവേശനം NEET 2023 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ്. റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ ഈ സീറ്റുകൾ ലഭിക്കും. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെയും വിവിധ സ്വകാര്യ ആശുപത്രികളിലെയും BSc നഴ്സിംഗ് പ്രവേശനം ഈ വർഷം ഒരു പ്രവേശന പരീക്ഷയിൽ കൂടിയാക്കുവാൻ ആലോചനകൾ തുടരുന്നു. കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രവേശനം. AFMCയിലെ ഉൾപ്പെടെയുള്ള മിലിറ്ററി നഴ്സിംഗിനും നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റിന് ലഭിച്ച മാർക്കും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും മിലിറ്ററി നഴ്സിംഗിൻ്റെ പ്രവേശനം. മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ജൂൺ 25 ഓൺലൈൻ പരീക്ഷ. അപേക്ഷ മെയ് 31 വരെ. അപേക്ഷാ ഫീസ് 925 രൂപ. വെബ്സൈറ്റ് AIISH
mysore.in. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലായാണ് ബ്രില്യൻറ്റ് പുതിയതായി ആരംഭിക്കുന്നത്? കേരളത്തിലെ 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് 2024 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്തിരിക്കണം? ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് 2024ന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായി ഞങ്ങൾ എൻറ്റയർ ബ്രില്യൻറ്റ് ടീം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളെ എങ്ങനെയാണ് ഈ 2024ലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരവേൽക്കാൻ ദ എൻറ്റയർ ബ്രില്യൻറ്റ് ടീം തയ്യാറെടുത്തിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം, 2022ൽ 4,000-ലധികം MBBS സീറ്റ് മലയാളി വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കി നൽകിയ ടീം ബ്രില്യൻ്റ് ആണ് നിങ്ങളെ 2024ലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം സത്യമെങ്കിൽ തീർച്ചയായും സധൈര്യം നിങ്ങൾക്ക് ബ്രില്യൻറ്റിലേക്ക് കടന്നു വരാം. +2 കഴിഞ്ഞ് നേരിട്ട് IIM പ്രവേശനം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 17 വരെ. സാധാരണഗതിയിൽ ബിരുദധാരികൾക്കാണ് മാനേജ്മെൻറ്റിലെ മികച്ച പ്രോഗ്രാമുകളിൽ പ്രവേശനം. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ +2 ജയിച്ചവർക്ക് 5 വർഷത്തെ സംയോജിത മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് ഈ വർഷം അവസരമൊരുക്കുന്നു. 2021, 22, 23 വർഷങ്ങളിലൊന്നിൽ 12 ജയിച്ചവർക്കാണ് ഇപ്പോൾ പ്രവേശനം. സെലക്ഷൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കോഴിക്കോട്, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, മുംബൈ ഉൾപ്പെടെ 34 കേന്ദ്രങ്ങളിൽ ജൂൺ 16-ന് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ നടത്തും. ഈ ടെസ്റ്റിൽ മികവുള്ളവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഇതിൻ്റെ മികവിൽ ആകെയുള്ള 150 സീറ്റുകളിലേക്കായിരിക്കും IIM പ്രവേശനം. വെബ്സൈറ്റ് ipmadmission.iimidr.ac.in. കോമഡ് കർണാടകത്തിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഏപ്രിൽ 24 വരെ അപേക്ഷിക്കാം. 150 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 20,000-ഓളം ബിടെക് സീറ്റുകളാണ് ഈ പ്രവേശന പരീക്ഷയിലൂടെ ലഭിക്കുന്നത്. 2023 മെയ് 28-നാണ് എൻട്രൻസ് എക്സാം. comedk.org എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മാത്തമാറ്റിക്സിലെയും ബന്ധപ്പെട്ട വിഷയങ്ങളിലെയും പഠനത്തിനും ഗവേഷണത്തിനും അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ബിരുദ പഠനത്തിന് മെയ് 7-നാണ് പ്രവേശന പരീക്ഷ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയായിരിക്കും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. 2023 മാർച്ച് 1 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് cmi.ac.in/admissions. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളാണ് ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുള്ളത്. ഈ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒരു വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 2023 മെയ് 22-നും ജൂൺ 18-നുമായിരിക്കും ഈ വർഷത്തെ ബിറ്റ്സാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ആരംഭിക്കുന്നത്. ഏപ്രിൽ 9 വരെ bitsAdmission.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 2 പരീക്ഷകളിലെയും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ പരിഗണിച്ചായിരിക്കും പ്രവേശനം. 2022-ൽ +2 പരീക്ഷ പാസ്സായവർക്കും 23-ൽ വിവിധ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. +2-ന് 75% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ പ്രവേശനത്തിന് യോഗ്യത ലഭിക്കൂ. കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയുമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.